ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നമുക്ക് ആദ്യം തന്നെ നിഫ്റ്റി പരിശോധിക്കാം. 14/8/2024 കഴിഞ്ഞ ബുധനാഴ്ച 24,144 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഒരു ദിവസത്തെ അവധിക്ക് ശേഷം ഇന്ന് ഓപ്പൺ ആയത് ഏകദേശം 190 പോയിന്റ് ഗ്യാപ്പ് അപ്പിലാണ്. ഒരു ഹെവി ഗ്യാപ്പ് അപ്പ് 24,334 എന്ന ലെവലാണ്. സാധാരണയായി ഒരു ഗ്യാപ്പ് അപ്പ് തന്നാൽ അവിടെ നിന്നും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാറുണ്ട്. എന്നാൽ ഇന്ന് ചെറിയ ടൈം ഫ്രെയിമിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് അപ്വേർഡ് ഡയറക്ഷനാണ് നൽകുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞവർക്ക് ഡേയ്സ് ലോ കൃത്യമായ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് ഒരു അപ്വേർഡ് ഡയറക്ഷനുള്ള ട്രേഡ് ലഭിച്ചിരുന്നു. ഒരു 40-50 പോയിന്റിനടുക്കെയുള്ള ഒരു മൂവ്മെന്റ് അപ്പർ സൈഡിലോട്ട് കിട്ടിയിരുന്നു. അപ്പോൾ അതൊരു നല്ല ട്രേഡ് ആയിരുന്നു. അപ്പോൾ 15 മിനിറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ, അപ്പോൾ ഇത് ഇത്രയും റേഞ്ച് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിം പരിശോധിക്കുമ്പോൾ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ഫീൽ ചെയ്യുന്നു എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞവർക്ക് അഥവാ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്താൽ ഈ ഡയറക്ഷനിലോട്ട് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ദിവസത്തെ ഹൈക്ക് മുകളിലോട്ട് കടന്നുപോയി. അപ്പോൾ അത്തരത്തിലൊരു ട്രേഡ് ലഭിച്ചേക്കാം എന്ന് കരുതി ആ ഓപ്പർച്യൂണിറ്റി ട്രേഡ് ചെയ്യാൻ കരുതിയവർക്ക് കൃത്യമായ സ്റ്റോപ്പ് ലോസിൽ നിന്നുകൊണ്ട് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് ഒരു സെല്ലിംഗ് ഡയറക്ഷനും ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ ലെവലിൽ എത്തുമ്പോൾ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തവരും ഈ ട്രേഡും അതുപോലെ തന്നെ ഈ സെല്ലിംഗ് ഡയറക്ഷനും ട്രേഡ് ചെയ്തിരുന്നവർ പലരും എനിക്ക് പ്രോഫിറ്റ് ബോക്സ് അയച്ചു തന്നിരുന്നു. എന്നാൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും കിട്ടിയ ഒരു ചെറിയ അപ്പ് മൂവിൽ കൃത്യമായ സ്റ്റോപ്പ് ലോസിൽ നിന്നുകൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്തവർക്കും സാമാന്യം നല്ല പ്രോഫിറ്റ് ലഭിച്ചിരുന്നു. എന്നാൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം പ്രൈസ് ഇവിടുന്ന് തിരിയുകയാണ് അപ്പർ സൈഡിലോട്ട്. വീണ്ടും ഒരു ഇത്രയും ഹെവി ഗ്യാപ്പ് അപ്പ് തന്നിരുന്ന ഒരു ദിവസമായതുകൊണ്ട് പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം. അറ്റ്ലീസ്റ്റ് ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതിരിക്കാനെങ്കിലും ശ്രദ്ധിച്ചേക്കാം എന്ന ഒരു ധാരണയിൽ ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും 5 മിനിറ്റിൽ തന്നെ നല്ല വോളിയമുള്ള ഒരു ക്യാൻഡിലാണ് വന്നത്. എന്നാൽ വീണ്ടും അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ട്രേഡ് തിരിച്ചറിഞ്ഞ് ട്രെൻഡിനൊപ്പം സഞ്ചരിക്കാൻ ഉള്ള കഴിവ് നേടിയിട്ടുള്ളവർ, അതിനുള്ള പ്രാവീണ്യം നേടിയിട്ടുള്ളവർക്ക് ഈ ട്രേഡിലും എൻ്റർ ആവാൻ കഴിഞ്ഞിരുന്നു. തുടർന്ന് പ്രൈസ് അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ വളരെ സ്ലോ ആയി മൂവ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഏതാണ്ട് 360ഓളം പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് ഇന്ന് ഹൈയും ലോയും പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം നല്ല പ്രോഫിറ്റ് തന്നെ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് കൃത്യമായി തിരിച്ചറിയാൻ കഴിയാത്തവർ ഡേയ്സ് ഗ്യാപ്പ് അപ്പ് തന്നു, അതിനുശേഷം വീണ്ടും ഒരു സെല്ലിംഗ് ലഭിച്ചു. എന്നാൽ അടുത്തതായി വീണ്ടും വീണേക്കാം എന്ന് കരുതി, വീണ്ടും പ്രൈസ് സെല്ലിംഗ് മൂഡിലോട്ട് തന്നെ പോയേക്കാം എന്ന് കരുതി ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, വ്യക്തമായ ഒരു സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് വീണ്ടും അക്യൂമുലേറ്റ് PE പൊസിഷൻസ് അക്യൂമുലേറ്റ് ചെയ്യുകയാണ് ചെയ്തതെങ്കിൽ പോലും അവർക്ക് സാമാന്യം നല്ല ലോസ് ഉണ്ടായിട്ടുണ്ടാവാം. ഇനി ഹോൾഡ് ചെയ്തവർ 2 ദിവസത്തെ അവധിക്ക് ശേഷം, ശനി ഞായറിന് ശേഷം തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ ടൈം ഡികെ നന്നായി സംഭവിക്കും. അപ്പോൾ പ്രീമിയം മെൽറ്റിങ്ങും ഉണ്ടാകാം. ഒരു ഹെവി ഫാള് ലഭിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും അവർക്ക് ക്യാപിറ്റൽ തന്നെ വാഷ് ഔട്ട് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം നമുക്ക് ലഭിച്ചിട്ടുള്ള മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടുത്ത ദിവസത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കും, നമ്മുടെ സപ്പോർട്ട്, റെസിസ്റ്റൻസ് എന്നിവ ഏതായേക്കാം എന്നൊന്ന് പരിശോധിക്കാം. 24,517 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ലെവലായി ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് എന്ന ലെവലിൽ ഞാൻ 24,695 എന്ന ലെവലുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ ഉയരം സൂചിപ്പിക്കാനായി 24,564 എന്ന ഹൈയും ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. തീർച്ചയായും നമുക്ക് ആദ്യമേ ലഭിക്കേണ്ടത് ഇന്നത്തെ ഹൈക്ക് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. എങ്കിലും ഈ ഡയറക്ഷനാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. അതിനിടയിൽ ലഭിക്കാവുന്ന മൈനർ റെസിസ്റ്റൻസ് ലെവലുകളാണ് ഈ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ഒരു അപ്വേർഡ് ഡയറക്ഷൻ ലഭിക്കുകയാണെങ്കിൽ ഈ ലെവൽ 24,583 ആയിരിക്കാം ആദ്യമേ നമുക്ക് ലഭിക്കുന്ന ക്ലോസിംഗ് പോയിന്റ്. അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുകയാണെങ്കിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ നിന്ന് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം.
അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിനു മുകളിലോട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 24,635, 695, 740 എന്നിങ്ങനെയുള്ള ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ വോളിയം ഉള്ള ഒരു ട്രേഡിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസമാണെങ്കിൽ, ഇന്ന് നല്ല വോളിയം ഉണ്ടായിരുന്നു, നല്ല റേഞ്ച് മൂവ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പ്രൈസ് അപ്പോഴും തന്നെ സഞ്ചരിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 740, 24,798, 855, 897, 24,937 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഇവിടെ തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയവ. ഒരു പക്ഷേ ഒരു അല്പം കൂടി സ്ട്രോങ് ആയ റെസിസ്റ്റൻസ് ലെവലായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നത് എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ഇതാണ് പ്രധാന സപ്പോർട്ടായി നമ്മൾ കണക്കാക്കുന്നതെങ്കിലും ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടിയാൽ പോലും ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ ഈ ലെവൽ, ഇന്ന് രേഖപ്പെടുത്തിയ ഈ ലെവൽ ബ്രേക്ക് ചെയ്യാതെ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷനോട്ട് തന്നെ പ്രൈസ് വരികയാണെങ്കിൽ ഈ ലെവലിന് താഴോട്ട് ക്ലോസ് ചെയ്തേക്കാം. അങ്ങനെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 24,473 എന്ന ലെവലിന് താഴോട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ കാണിക്കുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാവുന്നതാണ്. ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം. ഡൗൺവേർഡ് ഡയറക്ഷനാണ് ട്രേഡ് ചെയ്യുക. ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ തുടർന്ന് ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്യാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവ പ്രധാന സപ്പോർട്ട് ലെവലായി രേഖപ്പെടുത്തിയിട്ടുള്ളത് 24,404 എന്ന ലെവലാണ്. അതിന് താഴോട്ട് 24,276, 301, 360 എന്ന ലെവലുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. താല്പര്യമുള്ളവർ വീഡിയോ പോസ് ചെയ്തതിനു ശേഷം ഈ ലെവലുകൾ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മളുടെ ലെവലുകൾ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. 50,391 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് ലെവൽ എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 730 ആയിരിക്കും ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ക്ലോസിങ്ങിനോട് ചേർന്ന് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിക്കുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്പോർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്പോർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 730 എന്ന ലെവലിന് മുകളിൽ ഒരു ക്ലോസിംഗ് ആണെങ്കിൽ പോലും ഇന്നത്തെ ഉയരമായ 50,605 എന്ന ലെവലിന് മുകളിലോട്ട് ആദ്യമേ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവണം. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്പോർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 50,730 എന്ന ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് 1 അവർ ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും അപ്പോർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ലെവലുകൾ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ട്രേഡ് ചെയ്തേക്കാം. ഒന്നുകിൽ ഈ ടാർഗറ്റ് ഏരിയയിൽ നിന്ന് ബുക്ക് ചെയ്ത് വീണ്ടും കിട്ടുന്ന ഡിക്ലൈനുകൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ലെവലുകൾ പരിശോധിച്ച് അപ്പോർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 50,834, 50,951, 51,081, 51,185, 308 എന്നിങ്ങനെയുള്ള ലെവലുകൾ. എന്നാൽ തിങ്കളാഴ്ച ഓപ്പൺ ആകുമ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അതായത് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും. ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലായിരിക്കാം കൃത്യമായ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 50,391 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഒരു മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. ഡൗൺവേർഡ് ഡയറക്ഷനോട്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് അല്പം കൂടി ഡൗൺ സൈഡിലേക്ക് സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 50,289, 50,129, 49,963 എന്നീ ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു.
താല്പര്യമുള്ളവർ ലെവലുകൾ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അടുത്തതായി സെൻസെക്സിൽ നമ്മുടെ ലെവലുകൾ എന്താണ് എന്ന് പരിശോധിക്കാം. 80,325 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് ലെവൽ എന്ന രീതിയിൽ ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ 81,057 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ആയി കണക്കാക്കുന്നത്. ഏതാണ്ട് ഇന്നത്തെ ക്ലോസിങ്ങിനെ അപേക്ഷിച്ച് 600 പോയിന്റുകളുടെ പ്ലസിലാണ് പ്രധാന റെസിസ്റ്റൻസ് ലെവൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. എങ്കിലും അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസുകളായി ഇവിടെ രേഖപ്പെടുത്തിയ ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. അപ്പോൾ ഇവിടെ ഇന്ന് ക്ലോസ് ആയതിനോട് ചേർന്ന് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തിങ്കളാഴ്ച ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ കൃത്യമായ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു കോൾ ഓപ്ഷൻ വാങ്ങി ഹോൾഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ഹൈക്ക് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. എന്നാലും തൊട്ട് അടുത്ത റെസിസ്റ്റൻസ് മൈനർ റെസിസ്റ്റൻസ് ലെവലായ 80,630 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്യുകയോ അതിന് മുകളിൽ ക്ലോസ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന അപ്പോഴത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് ഡയറക്ഷനിൽ സഞ്ചരിച്ചേക്കാമെന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 80,756, 908, 81,057, 247, 350, 430 എന്നിങ്ങനെയുള്ള ലെവലുകൾ കാണാം എന്ന് കരുതുന്നു. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ അതിന് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ 80,191 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്ത് അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന അപ്പോഴത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 80,011, 79,795, 695, 79,505 എന്ന ലെവലുകൾ. ഈ 505 അല്പം സ്ട്രോങ് ആയ സപ്പോർട്ട് ലെവലായാണ് ഞാൻ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ താഴോട്ടുള്ള ലെവലുകൾ ഈ ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവയാണ്. നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. താല്പര്യമുള്ളവർ തീർച്ചയായും വീഡിയോ പോസ് ചെയ്തതിനു ശേഷം ലെവലുകൾ മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാം ഞാനിത് വ്യക്തിപരമായി എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിനായി തയ്യാറാക്കുന്ന പ്ലാൻ തന്നെയാണ് എന്ന്. നിങ്ങളും ഉപയോഗിക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് സന്തോഷം തന്നെയാണ്. എന്നാൽ റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. നിങ്ങൾ ആദ്യമായി ആണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഗുണകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ചാനലിൻ്റെ ടെലഗ്രാം ലിങ്ക് വീഡിയോയ്ക്ക് അടിയിൽ ചേർത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ലിങ്കിലൂടെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യും എന്ന് കരുതുന്നു. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളുമാണ് നമ്മുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യുക. യൂട്യൂബ് അൽഗോരിതം പ്രകാരം അത്തരത്തിൽ ഒരു കമൻറ്റും ലൈക്കും ലഭിക്കുകയാണെങ്കിൽ മാത്രമാണ് ചാനലിൽ വ്യൂവേഴ്സ് കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യും എന്ന പ്രതീക്ഷയാണുള്ളത്. അടുത്ത ദിവസവും നല്ല മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്